മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കരുണയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും മഹാലക്ഷ്മിക്ക് സ്വത്തോ സമ്പാദ്യമോ എന്തുണ്ടെന്ന് പറഞ്ഞാലും കണ്ണൻ നടക്കൂലല്ലോ എന്നുള്ള ആ ഒരു സന്തോഷവും സമാധാനവും കരുണയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തോടുകൂടി കരുണയുടെ ആ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാണ്. എന്തായാലും കരുണേനെയും കൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും കൂടെ കൂടി അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ദുർഗയ്ക്കും ഉണ്ണിക്കും അവരുടെ ആ പോക്ക് കാണുമ്പം കരുണയുടെ സ്വഭാവം മാറിയത് കണ്ടിട്ട് ഒട്ടും വിശ്വാസമാവണില്ല. എന്നിട്ട് ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട്, എന്നാലും ഈ കരുണമോൾക്ക് എന്താണ് ഉണ്ണി പറ്റിയത്? അവളുടെ സ്വഭാവമൊക്കെ ആകെ മാറിയല്ലോ. ഇപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും. ഇല്ലെങ്കിൽ അമ്മയുടെ പിറന്നാളിനൊന്നും അവൾ പോകേണ്ടതല്ല. അമ്മയ്ക്ക് അവളോടൊട്ടും സ്നേഹമില്ല. ലക്ഷ്മിയോടോ സ്നേഹം എന്നും പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കേണ്ടതായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ. അവർ വിളിച്ചതും കൂടെ പോയല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അത് അമ്മ എനിക്ക് മനസ്സിലാവാത്ത കുറേ ദിവസങ്ങളായി അവൾക്ക് ഈ മാറ്റം തുടങ്ങിയിട്ട്. ഏകദേശം അവളുടെ അച്ഛൻ്റെ ആ ഒരു സമനില തെറ്റിയില്ലേ, ആ സമയം മുതൽ ഇവളുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ രീതിയിൽ അവൾ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യണേ ഇപ്പോൾ കേൾക്കണില്ല. ഞാൻ അവളോട് പല പ്രാവശ്യം ചോദിച്ചു, നീ എന്തിനാ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യണേന്ന് ചോദിക്കുമ്പം അവൾ പറഞ്ഞത് ഇനി ഈ രീതിയിൽ ജീവിക്കാൻ അവൾക്ക് താല്പര്യമെന്ന്. ഇതിൽ നിന്നും എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് അമ്മയെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അത് നേരാടാ. എന്തായാലും കരുണമോള് കഴിഞ്ഞ ദിവസം ഇവിടെ അടിച്ചു വാരി തുടയ്ക്കണ വീഡിയോ ഞാൻ ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്ക് വിട്ടു കൊടുത്തിരുന്നു. എന്നിട്ട് അവരത് ചോദിക്കാൻ വരുമോ, പ്രശ്നം ഉണ്ടാക്കുമോ, ഒന്നും ചെയ്തില്ല. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞാമ്മേ, ഇവളുടെ അച്ഛനും മുത്തശ്ശിയും ഇവളും നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. എന്തോ ഒരു രഹസ്യമുണ്ട് ഇവരുടെ അടുത്ത്. ആ രഹസ്യം മഹാലക്ഷ്മിക്കും കണ്ണനും അറിയാം. അത് പറഞ്ഞ് അവർ കരുണയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. പിന്നീട് ദുർഗ പറയുന്നുണ്ട്, എന്നാലും കരുണമോൾക്ക് അത് അവളുടെ അച്ഛനോടോ മുത്തശ്ശിയോടോ തുറന്നു പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ, അതല്ലേ അമ്മേ ഞാൻ പറഞ്ഞത്, അയാളും അയാളുടെ അമ്മയും നമ്മളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. അയാളും ഇപ്പോൾ പഴയതുപോലെയല്ല, കണ്ണനെയും മഹാലക്ഷ്മിയെയും അയാളും ഭയക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവാത്ത. അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉറപ്പായിട്ടും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും ഇവിടെ വന്ന് മഹാലക്ഷ്മിയെ ചീത്ത പറഞ്ഞേനെ. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും അങ്ങനെ അവരുടെ അടുത്തൊന്നും ഒരു നീക്കമൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, കരുണ കഷ്ടപ്പെടണമെന്നൊന്നും അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് കണ്ടിട്ടും അവർ മിണ്ടാതിരിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവും. അത് മാത്രമല്ല അമ്മേ, ഈ കരുണ ഇപ്പോൾ പല പ്രാവശ്യം അമ്മാവിനെ ഫോൺ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അത് മാത്രമല്ല ഒരു ദിവസം അമ്മാവൻ പൈസ കൊടുക്കുമെന്നും പറഞ്ഞ് ഇവൾ അമ്മാവൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തു. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ മാമേട്ടന് ഇവൾക്ക് പൈസ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ അതൊന്നും എന്നോട് അറിയണ്ട, പൈസ കിട്ടിയാൽ പോരേന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് പൈസ കിട്ടിയോടെ മോനെന്ന് ചോദിക്കുമ്പോൾ പൈസ ഒന്നും കിട്ടിയില്ല, വെറും കയ്യാലേ തിരിച്ചു വന്ന്. എന്നാലും മാമേട്ടനായിട്ട് ഇവൾക്ക് എന്തായിരിക്കും പൈസയുടെ ഇടപാടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എടാ ഇന്ന് കണ്ണനും മഹാലക്ഷ്മി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്, കൂടെ കരുണമോളും ഉണ്ടെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇന്ന് അവളുടെ അമ്മയുടെ പിറന്നാളല്ലേ, അത് ആഘോഷിക്കാൻ തന്നെയായിരിക്കും. കരുണമോൾ എന്നാലും വരാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും ഭീഷണിപ്പെടുത്തി കൊണ്ടുതന്നെയായിരിക്കും. എന്തായാലും ആ മോഹിനിയുടെ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരു ദിവസമായിട്ട് നീ ഒരു പ്രശ്നത്തിനും പോകണ്ട, അവർ പിറന്നാൾ ആഘോഷിച്ചിട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഞാനിനി കണ്ണൻ്റെ നേരെ ഒരു പ്രശ്നത്തിനും പോവില്ല അമ്മേ. അവന് മതിയായ ആരോഗ്യ, അന്ന് എന്നെ തല്ലിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് മാർക്കോയാന്നാ, ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവനാ തല്ലിയെന്ന്. അപ്പോൾ അന്ന് തൊട്ടേ ഇവനെ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. എന്നിട്ട് ദുർഗയ്ക്കോ ഉണ്ണിക്കോ ആർക്കും ഇതുവരെ ഒരു സംശയം തോന്നിയില്ലല്ലോ അമ്മയെന്ന് പറയുമ്പം അതെങ്ങനെയാ, തോമസ് ഡോക്ടർ അത്രയ്ക്കും എടുക്കണല്ലേ, അയാളുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഇവനെ എഴുന്നേറ്റ് നടന്നു തുടങ്ങി കാണും. പക്ഷെ അവർ നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ആ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചതാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, കരുണമോളെ ഞാൻ ഈ സത്യം അറിഞ്ഞാൽ തീർന്നു എന്ന്. അത് കേട്ടതും പ്രതാപൻ പറയുന്നുണ്ട്, അത് ശരിയാമ്മേ, കരുണമോളെ അറിയാതെ എങ്ങനെയെങ്കിലും സൂക്ഷിക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ പായസവും പലഹാരവും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ് ഈ മോഹിനി ഇത്രയധികം പലഹാരമൊക്കെ വറുത്ത് കൂട്ടണേന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് എൻ്റെ മക്കളും മരുമകനും കൂടി വരല്ലേ, അപ്പോൾ നിൻ്റെ മരുമകനല്ലേ ഉണ്ണിന്ന് ചോദിക്കുമ്പം ഉണ്ണി വരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ലക്ഷ്മി മോളും കണ്ണനും വരുന്നുണ്ട്, കൂടെ കരുണയുണ്ടെന്നാണ് പറഞ്ഞത്. അവർക്ക് കഴിക്കാനുള്ള പായസവും പലഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കണേന്ന് പറയുമ്പോൾ, ആ നീ കരുണയ്ക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കണതായിരിക്കില്ല, നിൻ്റെ മൂത്ത മോളുണ്ടല്ലോ അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാക്കണേ. ഇന്ന് നിൻ്റെ മരുമകൻ ഇങ്ങോട്ട് വന്നത് പ്രതാപനെ എന്തെങ്കിലും ചെയ്യാനാണോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മരുമകൻ അങ്ങനെ ആവശ്യമില്ലാതെ ആരും ഉപദ്രവിക്കാറൊന്നുമില്ല, പിന്നെ മനഃപൂർവ്വം അവരെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ അമ്മ കണ്ടല്ലോ മകന് കിട്ടിയത്, അതുപോലെ ഇനിയും കിട്ടുമെന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കാറിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നിൻ്റെ മോളും മരുമോനും വന്നു എന്ന് തോന്നുന്നു. അങ്ങനെ മോഹിനിയാണെങ്കിൽ പുറത്തേക്ക് വരുമ്പം
കാറിൽ നിന്ന് കണ്ണനും മഹാലക്ഷ്മിയും കരുണയും ഇറങ്ങി വരുന്നുണ്ട്. കണ്ണൻ സാധാരണ പോലെ തന്നെ വീൽ ചെയറിലാണ് ഇറങ്ങി വരുന്നത്. അത് കണ്ടതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നടന്നു തുടങ്ങിയ അവൻ എന്തായാലും വീൽ ചെയറിൽ വന്നത് നന്നായി, ഇല്ലെങ്കിൽ കർണമോള് സഹിക്കൂലാന്ന്. പിന്നീട് മോഹിനി ആ മക്കൾ വന്നോ അകത്തേക്ക് കയറി വന്നും പറഞ്ഞുകൊണ്ട് കണ്ണനെയും മഹാലക്ഷ്മിയെയും കരുണയെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപനും ഇങ്ങോട്ട് വരുമ്പോൾ കണ്ണൻ പ്രതാപൻ്റെ നേരെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് പ്രതാപന് നല്ല പേടിയാവുന്നുണ്ട്. ഇനിയും ഇവൻ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ എന്ന് വിചാരിച്ച്. ആ സമയത്ത് പ്രതാപൻ വിചാരിക്കുന്നുണ്ട്, ഇല്ല ഇന്നിപ്പോൾ എന്തായാലും ഉപദ്രവിക്കില്ലായിരിക്കും, കർണമോള് കൂടിയുണ്ടല്ലോ എന്ന്. അങ്ങനെ മഹാലക്ഷ്മി അകത്തേക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, എന്തായാലും അമ്മ കേക്ക് എടുക്കുക, കേക്ക് മുറിക്കാൻ സമയമായി, ഞങ്ങൾ കേക്ക് മുറിച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് പോകാനാണ് തീരുമാനിച്ചേക്കണേന്ന്. അങ്ങനെ മോഹിനിയാണെങ്കിൽ കേക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നേരത്തെ തന്നെ മഹാലക്ഷ്മി ഓർഡർ ചെയ്തതനുസരിച്ച് കേക്ക് ഒരു ഡെലിവറി ബോയ് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്തു കൊണ്ടുവന്ന് കരുണയും മഹാലക്ഷ്മിയും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും മാറി നിന്നിട്ട് പറയുന്നുണ്ട്, വീൽ ചെയറിലിരുന്ന് അവൻ അഭിനയിക്കണ കണ്ടില്ലേ അമ്മേ, ഒന്നാന്തരമായിട്ട് അവനക്ക് നടക്കാം, എന്നിട്ട് അവൻ ഇപ്പോഴും വീൽ ചെയറിലാന്നുള്ള രീതിയിലാണ് ജീവിക്കണേന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും അത് നന്നായിടാം, നമ്മളുടെ കുഞ്ഞിനത് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ അവനെങ്ങാനും എഴുന്നേറ്റ് നമ്മളുടെ കർണമോളുടെ മുന്നിൽ കൂടെ നടക്കുമെന്നാണ് എനിക്ക് പേടി. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, അതമ്മ പറഞ്ഞത് നേരാ, ഇനി ലക്ഷ്മി നമ്മളുടെ മോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ അവളുടെ മുന്നിൽ കൂടെ നടത്തുമെന്നും അറിയില്ല എന്ന്. ഇതേസമയം നമ്മളുടെ മോഹിനിയും മഹാലക്ഷ്മിയും കരുണയും കൂടെ കൂടി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കണ്ണനാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് കൈ കൊട്ടുന്നുണ്ട്. എന്നിട്ട് മോഹിനി കേക്ക് മുറിച്ച് ആദ്യം മഹാലക്ഷ്മിക്കും പിന്നീട് കരുണയ്ക്കും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണനും കൊടുക്കുമ്പോൾ കണ്ണനും മോഹിനിക്ക് തിരിച്ച് കേക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി അവർക്ക് രണ്ടുപേർക്കും കേക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അമ്മയുടെ പിറന്നാളല്ലേ, പിറന്നാളായിട്ട് നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും കണ്ണേട്ടൻ തീരുമാനിച്ചിട്ടില്ല, ഇനിയും നിങ്ങളുടെ സ്വഭാവം പഴയതുപോലെ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇടി നിങ്ങൾ മേടിച്ചു കൂട്ടുമെന്ന്. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഈ മഹാലക്ഷ്മിയുടെയും മോഹിനിയുടെയും ഒക്കെ ആഘോഷം കണ്ടിട്ട് ഒട്ടും ഇഷ്ടമാവണില്ല. പക്ഷേ കരുണയ്ക്ക് എതിർത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയെ തന്നെ കരുണ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ബാക്കിയുള്ള കേക്കൊക്കെ അകത്തു കൊണ്ടുവന്ന് വെച്ചിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് സദ്യ വിളമ്പിയാലോ അമ്മയെന്ന് ചോദിക്കുമ്പം ആദ്യം പായസം എടുക്കാം മോളെ എന്ന് പറയണം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, വേണ്ടമ്മേ, ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്ക് പായസം കുടിക്കാം, ഇനിയിപ്പോൾ അന്നത്തെ പോലെ പായസത്തിൽ ആരെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടാവും അമ്മയെന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, ഇനി അതിനുള്ള സാധ്യതയൊന്നുമില്ല, എന്തായാലും കണ്ണൻ എഴുന്നേറ്റ് നടന്നു എന്ന് അവർക്ക് മനസ്സിലായല്ലോ. അതുമാത്രമല്ല ഇന്നലെ കണ്ണൻ്റെ കൈയുടെ ചൂട് പ്രതാപേട്ടനെ അറിഞ്ഞതുകൊണ്ട് ഇനി പെട്ടെന്നൊന്നും നിങ്ങൾക്കെതിരെ ഒരു ഉപദ്രവത്തിനും വരില്ല എന്നാണ് തോന്നണേന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല, കരുണയുടെ സന്തോഷത്തിന് വേണ്ടി ഇനിയും ഞങ്ങളെ കൊല്ലാൻ നോക്കും, എന്നാലും കരുണമോൾ എന്താ ഇങ്ങനെയായി പോയെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത, ഇത്രയൊക്കെ ആയിട്ടും അവൾക്ക് ഇപ്പോഴും നിങ്ങളെ കൊല്ലണം എന്നുള്ള ചിന്തയാലോ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ അമ്മേ, ദുഷ്ടരല്ലേ അവളെ വളർത്തിയത്, പിന്നെ അവളുടെ സ്വഭാവം നന്നാവുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അവിടെ ഇരിക്കുമ്പോൾ കരുണ അങ്ങോട്ട് ചൊല്ലുന്നുണ്ട്. കരുണ ചെന്നതും പ്രതാപനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയും അച്ഛനും എന്താ അവിടത്തിലൊന്നും പങ്കെടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാ മോളെ നിൻ്റെ അമ്മയുടെ പിറന്നാളിന് പങ്കെടുക്കണേ. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് വന്നതൊന്നുമല്ല, ആ ലക്ഷ്മിയും കണ്ണനും എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാന്ന് പറയുമ്പം അത് ഞങ്ങൾക്ക് മനസ്സിലായി മോളെ, ഇനി ഞാൻ എന്ത് ചെയ്യുമോ അച്ഛാ, എത്രയും പെട്ടെന്ന് അവളെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനൊന്നും ചെയ്യണില്ലേ എന്ന് ചോദിക്കുമ്പം പ്രതാപനാണെങ്കിൽ കണ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇടിയുടെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. പ്രതാപൻ്റെ അമ്മയ്ക്കും അത് കേൾക്കുമ്പോൾ തന്നെ ഭയമാവുന്നുണ്ട്. കണ്ട് പ്രതാപൻ്റെ അമ്മയുടെ നേരെ നോക്കിയതും പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ അത് പെട്ടെന്നൊന്നും നടക്കില്ല, സാവകാശം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പം തന്നെ കണ്ണൻ്റെ അച്ഛനെ കൊന്നതിന് കണ്ണിന് നമ്മളോട് നല്ല വിരോധമുണ്ട്, അതിൻ്റെ കൂടെ അവൾക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും ജീവനോടെ ഉണ്ടാവില്ല. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അവൾ മരിച്ചിട്ട് ഞാൻ ജീവിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല മുത്തശ്ശി, അവൾ സന്തോഷമായിട്ട് നടക്കണമെന്ന് എനിക്ക് കാണാൻ പറ്റില്ല, ഇപ്പം തന്നെ അവൾക്ക് ആകെയുള്ളൊരു അപാകത അയാൾ വീൽ ചെയറിലാണെന്നുള്ളത് മാത്രം, ഇനിയിപ്പോൾ അയാൾ കുറേ കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കുമെന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് പ്രതാപൻ വെറുതെ കരുണയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി കണ്ണനെങ്ങാനും എഴുന്നേറ്റ് നടന്നു തുടങ്ങി കാണുമോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, അങ്ങനെ എഴുന്നേറ്റ് നടന്നിരുന്നെങ്കിൽ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ അയാളെ നമ്മളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയേനെ, എന്തായാലും ഒരിക്കലും നടക്കാൻ പോണില്ല, അതോർക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം എന്ന്. ഇതേസമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ കരുണയോ പ്രതാപനൊന്നും കണ്ണനെയും മഹാലക്ഷ്മീനെയും കണ്ടിട്ടില്ല. ഇവർ പറയണ ആ കാര്യങ്ങളെല്ലാം കണ്ണനും മഹാലക്ഷ്മിയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കരുണയുടെ മുന്നിലേക്ക് വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്താ കരുണ, ഞാൻ എഴുന്നേറ്റ് നടന്നാൽ ഈ ലോകം എങ്ങാനും അവസാനിക്കുമെന്ന് ചോദിക്കുമ്പം കരുണയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടന്നാൽ അപ്പം നിൻ്റെ സന്തോഷമൊക്കെ പോകുമല്ലേ എന്ന് ചോദിക്കുമ്പോഴും
കരുണ മറുപടി ഒന്നും പറയണില്ല. ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും നല്ല ഭയമാവുന്നുണ്ട്. ഇനി ഇവൻ എഴുന്നേറ്റ് നടക്കും എങ്ങാനും ചെയ്യോ, അങ്ങനെയാണെങ്കിൽ കരുണമോൾ അതെങ്ങനെ സഹിക്കുമെന്നൊക്കെ പ്രതാപൻ്റെ അമ്മ മനസ്സിൽ വിചാരിച്ചതും കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ നേരെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി എന്തോ കാര്യത്തിന് അനുവാദം കൊടുക്കണ പോലെ ഇങ്ങനെ തല കുലുക്കി കാണിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞ, എന്നാൽ നീ ഇനി അതും സഹിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പതിയെ വീൽ ചെറിയിൽ നിന്ന് എഴുന്നേക്കാൻ കേട്ടോ. അതേ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ള മട്ടിലിങ്ങനെ കണ്ണൻ്റെയും കരുണയുടെയൊക്കെ നേരെ നിസ്സഹായരായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ ഈ കണ്ണനെ എഴുന്നേക്കണം കണ്ടിട്ട് വിശ്വസിക്കാനാവാത്ത രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കരുണയുടെ മുന്നിൽ 2 കൈയും കെട്ടി നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് കരുണ? മഹിയുടെ കൂടെ ഞാൻ കൈയും പിടിച്ച് നടക്കുന്നത് നിനക്ക് സഹിക്കില്ല എന്നല്ലേ പറഞ്ഞേ? എന്നാൽ നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഞാൻ മാസങ്ങളായിട്ട് മഹിയുടെ കൈയും പിടിച്ച് തന്നെ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും നിൻ്റെ വേലക്കാരിയായിട്ടല്ലേ മഹീനെ നിൻ്റെ അച്ഛൻ കമലേശ്വരത്തേക്ക് വിട്ടത്. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നീ മൊത്തത്തിലൊരു പരാജയമാണ്. മഹി ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഈശ്വരൻ കൊടുത്ത പ്രതിഫലം അവൾക്ക് എന്നെപ്പോലെ ഒരു ഭർത്താവിന്. എന്തായാലും മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള യോഗം ഉണ്ടായേന്ന്. അത് കേട്ടത് കരുണയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ തന്നെ കരുണ നിൽക്കുന്നുണ്ട്. കരുണയ്ക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. കരുണയുടെ ഈ നിപ്പും ഭാവവും കാണുമ്പോൾ പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും നല്ല പേടിയാവുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ ഇങ്ങനെ അന്തം വിട്ട് നോക്കുമൊന്നും വേണ്ട, കണ്ണേട്ടൻ ശരിക്കും എഴുന്നേറ്റ് നടന്നതാ. ഇപ്പം മാത്രമല്ല കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു. അത് കേട്ടതും കരുണ അപ്പം എല്ലാവരും ചേർന്ന് തന്നെ പറ്റിക്കുമായിരുന്നു എന്നുള്ള ഇതിൽ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മയുടെയും നേരെ നോക്കുമ്പോൾ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു രീതിയിൽ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കണ്ണൻ നടന്നു തുടങ്ങിയെന്നുള്ള ആ ഒരു സത്യം കുറേ പേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് പേരെ അറിയാനുള്ളൂ. അതും വരുന്ന എപ്പിസോഡുകളിൽ തന്നെ ഉണ്ണി ദുർഗ എല്ലാവരും ആ സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.